ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു മനുഷ്യന്റെ കഥയെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പാറ്റകളെയും പക്ഷികളെയും പിടിച്ചു കഴിച്ചു. ഏറ്റവും അവസാനമായി കഴിച്ചത് ആമകളെയാണ്. എനിക്ക് ജീവിക്കണമായിരുന്നു പറയുന്നത് 95 ദിവസത്തിന് ശേഷം കടലിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ മത്സ്യത്തൊഴിലാളിയാണ്. പെറുവിൽ നിന്നുള്ള 61-കാരൻ മാക്സിമോ നാപ്പയാണ് 95 ദിവസം കടലിൽ കുടുങ്ങിയത്. Periodista también, den espacio, den espacio. Gracias, Dios mío, por Imágenes para Pico Te Informa, estamos en vivo y en directo en este gran reencuentro entre Gatón y su familia luego de 95 días naufragando pues en el... Ahí está la നമുക്കിപ്പം ആതിര പുതുവയലിൽ ചേരുന്നുണ്ട്. ആതിര, വിൽ പവർ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ മനുഷ്യനെ എങ്ങനെ ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കണം എന്ന് പോലും അറിയാൻ തോന്നില്ല. കാരണം അത്രമാത്രത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്നൊരു മനുഷ്യൻ ആമകളെയും പാറ്റകളെയും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയും. ശരിക്കും ജയലക്ഷ്മി, ഈ ഒരു വാർത്ത ആദ്യം കണ്ടപ്പോൾ എനിക്ക് ലൈഫ് ഓഫ് പൈ എന്നൊരു സിനിമയാണ് ഓർമ്മ വന്നത്. ആ സിനിമയിലും ഈ ഒരു കഥയിലെയും ഏകദേശം ഒരേപോലെ തന്നെയാണ് സ്റ്റോറി. നമ്മുടെ ഇവിടുത്തെ നായകൻ 95 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. ഡിസംബർ 7-ന് പെറുവിൽ നിന്ന് ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായിട്ട് പോയതാണ് ഇദ്ദേഹം. മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ മത്സ്യം ശേഖരിക്കാനല്ല, മത്സ്യങ്ങളുടെ മുട്ട ശേഖരിക്കാനായിട്ടാണ് പോയത്. മത്സ്യങ്ങളുടെ മുട്ടയ്ക്കെന്ന് പറയുമ്പോൾ നല്ല പോഷക ഗുണം ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ശേഖരിക്കാനായിട്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് പോയത്. കൂട്ടിന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോയ സമയത്ത് പകുതിക്ക് വെച്ചോ അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ തൻ്റെ ബോട്ടിൻ്റെ എഞ്ചിന് തകരാറുണ്ടാവുകയാണ് സംഭവിച്ചത്. അപ്പം കുറച്ച് ദിവസത്തേക്കുള്ള ആഹാരമെല്ലാം അദ്ദേഹം കരുതി വെച്ചിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒന്നും കഴിക്കാനില്ലാതായി. ഒന്നും കഴിക്കാനില്ലാണ്ട് വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം തൻ്റെ വള്ളത്തിൽ കണ്ട പാറ്റയൊക്കെ കഴിച്ചത്. അവസാനം ഒന്നും കഴിക്കാൻ പറ്റാതെ ആമയെ വരെ അദ്ദേഹത്തിന് കഴിക്കേണ്ടി വന്നു. അദ്ദേഹം വന്നപ്പം നല്ല സങ്കടത്തോടു കൂടിയാണ് അത് പറയുന്നത്. ആമയെ വരെ കഴിക്കേണ്ടി വന്നു. വെള്ളത്തിന് പകരം അദ്ദേഹത്തിന് ആമയുടെ രക്തം കുടിക്കേണ്ടി വന്നു. മഴവെള്ളം കുടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ പെയ്യാതിരുന്ന സാഹചര്യങ്ങളിൽ വെള്ളം പോലും കുടിക്കാതിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 95 ദിവസം ഉൾക്കടലിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. തിരിച്ചെത്തുമെന്ന് അദ്ദേഹം ഉറപ്പോട് തന്നെ പറയുന്നുണ്ട്. തൻ്റെ അമ്മയെ കാണാനും തൻ്റെ പെൺമക്കളെ കാണാനും അദ്ദേഹം തിരിച്ചെത്തും. അദ്ദേഹത്തിനൊന്നും പറ്റില്ല എന്ന് അദ്ദേഹം വീണ്ടും അതിൽ പറയുന്നുണ്ട്. അമ്മയെ ഓർക്കുന്നുണ്ടായിരുന്നെന്നും അദ്ദേഹം വീണ്ടും പറയുന്നുണ്ടായിരുന്നു. ജയലക്ഷ്മി, തീർച്ചയായിട്ടും അതിൽ ഏത് പ്രതിസന്ധിയിൽ പെട്ടുപോയാലും നമ്മുടെ ആ ഒരു ശക്തി ചോർന്നു പോകരുത് എന്നൊരു സന്ദേശം, വലിയ സന്ദേശമാണ് അദ്ദേഹം നമുക്കൊക്കെ നൽകുന്നത്, അല്ലേ? ആ ഒരു ശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും തിരിച്ചെത്തിയിരിക്കുന്നതും. അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നിർജ്ജലീകരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു മനക്കരുത്ത് കൊണ്ട് മാത്രം അദ്ദേഹം ഇന്നും നമ്മളുടെ കൂടെ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് ചേരാൻ കഴിഞ്ഞു. ശരി ആതിര. എന്തായാലും പ്രിയ പ്രേക്ഷകരെ, നമ്മൾക്കിടയിലും ധാരാളം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ അതിലൊന്നും തോറ്റുപോകരുത്, ശക്തി ആർജിച്ച് മുന്നേറി വരണം എന്നുള്ളൊരു പാഠമാണ് ഈ സ്റ്റോറിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെ ജീവിക്കണം എന്നൊരൊറ്റ പ്രതിജ്ഞയിൽ നിങ്ങളും മുന്നേറി വരണം എന്നുള്ളതാണ്.